മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ഷോന്റെ അന്ന് എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഫോട്ടോ എടുപ്പ് പരിപാടി ഉണ്ടല്ലോ, അന്നേ ഉണ്ട്. ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിച്ചാൽ കുറെ പേര് പുറകില് വരും. എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറ, ഇപ്പൊ എല്ലാത്തിനും പോകാൻ വഴിയുണ്ട്, മരുന്നുണ്ട്. അന്ന് നമ്മുടെ സ്പോൺസേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ എന്താ ഉറക്കം വരുന്നു. ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. ഇയാള് വന്ന് എന്റെ തോളി കൈയിട്ടു. ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കുക. അല്ല, എനിക്ക് കൈ നോക്കാൻ അറിയാം. അയാള് പതുക്കെ ഫോട്ടോ എടുക്കുന്നു എന്ന് പറഞ്ഞ് കുറെ നേരമായിട്ട് ഈ കൈ പതുക്കെ ബാക്കിലോട്ട് അങ്ങ് ഇറക്കിക്കൊണ്ടു. കൈ വെട്ടിയിടണം. ആ കൈ ഇവിടെ കിടന്ന് പിടയ്ക്കുന്ന കണ്ടിട്ട് വേണം എനിക്കും ഭാര്യയ്ക്കും പോകാൻ. എന്തായാലും എന്റെ രാവൻകുട്ടി നീ ഇത്ര ചെറ്റയായി പോയ. അയാള് പതുക്കെ ഫോട്ടോ എടുക്കുന്നു എന്ന് പറഞ്ഞ് കുറെ നേരമായിട്ട് ഈ കൈ പതുക്കെ ബാക്കിലോട്ട് അങ്ങ് ഇറക്കിക്കൊണ്ടു. അത് അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്, അല്ലാതെ ഞാൻ പറഞ്ഞത് മനസ്സിലാവാ. ഞാൻ തട്ടി മാറ്റിയിട്ട് ഞാൻ തിരിച്ച് ഗ്രീൻ റൂമിലോട്ട് ഓടി. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.